ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രിയുടെ സ്വകാര്യ സ്വത്തല്ലാത്തതിനാൽ ചട്ടപ്രകാരമേ വിനിയോഗിക്കാൻ പാടുള്ളൂവെന്ന് ഹർജിക്കാരന് വേണ്ടി ഹാജരായ ജോർജ് പൂന്തോട്ടം ബോധിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് വ്യാപക വിമർശനങ്ങൾ ഉയരുന്നതിനിടയിലാണ് ലോകായുക്തയുടെ ഇത്തരത്തിൽ ഒരു നോട്ടീസ്. ബജറ്റിൽ അനുവദിച്ച തുക സർക്കാരിന്റെ ഇഷ്ടാനുസരണം വിനിയോഗിക്കാമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മഞ്ചേരി ശ്രീധരൻ നായർ വാദിച്ചു. എന്നാൽ ഇക്കാര്യം അംഗീകരിക്കാൻ ലോകായുക്ത തയ്യാറായില്ല. ഇടതുപക്ഷ നേതാക്കൾക്കും അണികൾക്കും തുക തന്നിഷ്ടപ്രകാരം വിതരണം ചെയ്യുന്നു എന്നാണ് ഹർജിക്കാരന്റെ മുഖ്യ പരാതി. അന്തരിച്ച NCP നേതാവ് ഉഴവൂർ വിജയൻ, ചെങ്ങന്നൂർ മുൻ MLA KK രാമചന്ദ്രൻ നായർ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് അകമ്പടി പോയപ്പോൾ അപകടത്തിൽ മരിച്ച പോലീസുകാരൻ എന്നിവരുടെ കുടുംബത്തിന് അപേക്ഷ പോലുമില്ലാതെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലക്ഷങ്ങൾ അനുവദിച്ചെന്നാണ് പരാതി. ഇതൊന്നും മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്താതെയായിരുന്നു തീരുമാനമെന്നും ഹർജിക്കാരൻ ആരോപിക്കുന്നു. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാത്തതിനാൽ ഭാഗ്യത്തിന് VS സുനിൽകുമാറിനെയും അക്കാലത്ത് മന്ത്രിമാരായിരുന്നതിനാൽ EP ജയരാജനെയും AK ശശീന്ദ്രനെയും ഒഴിവാക്കിയാണ് ഹർജി ഫയലിൽ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ലോകായുക്തയും ഉപലോകായുക്തയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. തുടർന്നാണ് ലോകായുക്ത ജസ്റ്റിസ് പയസ് C കുര്യാക്കോസ് ലോകായുക്തന്മാരായ KP ബാലചന്ദ്രൻ, AK ബഷീർ തുടങ്ങിയ ഫുൾ ബെഞ്ചിന് വിട്ടത്. കേസ് ഇനി ഫെബ്രുവരി 15-നാകും പരിഗണിക്കുക. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്യുന്നതായി പരാതിപ്പെട്ട് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും എതിർകക്ഷികളാക്കിയാണ് ലോകായുക്തയ്ക്ക് മുന്നിൽ ഹർജി എത്തിയത്. കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗവും പൊതുപ്രവർത്തകനുമായ RS ശിവകുമാറാണ് ഹർജി നൽകിയിരിക്കുന്നത്. NCP നേതാവായിരുന്ന ഉഴവൂർ വിജയന്റെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപയും ചെങ്ങന്നൂർ MLA ആയിരുന്ന KK രാമകൃഷ്ണൻ നായരുടെ സ്വകാര്യ കടങ്ങളായ കാർ വായ്പയും സ്വർണ്ണ വായ്പയും വീട്ടുന്നതിന് 8.5 ലക്ഷത്തിലധികം രൂപയും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് അകമ്പടി പോകുന്നതിനിടയിൽ വാഹനാപകടത്തിൽപ്പെട്ട പോലീസുകാരന്റെ കുടുംബത്തിന് നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്ക് പുറമെ 20 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മന്ത്രിസഭാ തീരുമാനപ്രകാരം നൽകിയത് അഴിമതിയും അനീതിയും സ്വജനപക്ഷപാതവുമാണെന്നാണ് ഹർജിക്കാരൻ ആരോപിക്കുന്നത്. ആനുകൂല്യങ്ങൾ അനുവദിക്കുന്ന വ്യവസ്ഥകൾ ലംഘിച്ച് ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്ത മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് ലോകായുക്തയ്ക്ക് മുന്നിൽ സമർപ്പിച്ചത്. ഇതിലാണ് ഇപ്പോൾ ലോകായുക്ത മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും നോട്ടീസ് അയച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.